സുകുമാരക്കുറുപ്പ് അങ്ങനെ വീണ്ടും വാർത്തകളിൽ വന്നിരിക്കുന്നു. സുകുമാരക്കുറുപ്പ് മരിച്ചുപോയി എന്ന് ക്രൈംബ്രാഞ്ച് നിഗമനത്തിലെത്തി കേസ് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് നമ്മുടെ ടെലിവിഷൻ ചാനലുകളിൽ സുകുമാരക്കുറുപ്പ് ബ്രൂണയിലുണ്ട് എന്ന തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടത്. ഒരു ചിത്രവും പുറത്തുവിട്ടു. ആ ചിത്രം നിങ്ങൾ കണ്ടായിരുന്നോ? ആ ചിത്രം വെച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയാം. ആ ചിത്രത്തെക്കുറിച്ച് ചിലർ പറയുന്നത് അത് AI ഉപയോഗിച്ച് ഉണ്ടാക്കിയ ചിത്രമാണ് എന്ന് പറയുന്നു. ശരിയല്ല, അത് ഒറിജിനൽ ചിത്രമാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. ആ ചിത്രത്തിൽ സുകുമാരക്കുറുപ്പെന്ന് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞ 83 വയസ്സ് ഇപ്പോൾ പ്രായമുണ്ടാവേണ്ടുന്ന സുകുമാരക്കുറുപ്പ് ഇപ്പോൾ ജീവിച്ചിരുന്നാൽ 42 വർഷം മുമ്പാണ് സുകുമാരക്കുറുപ്പിനെ കാണാതാവുന്നത്, ഒളിവിൽ പോകുന്നത്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 83 വയസ്സുണ്ടാവണം. അങ്ങനെയുള്ള ആൾ അവിടെ ചാരി നിൽക്കുന്ന ഒരു വണ്ടിയുണ്ട്. ചാരിയല്ല, അടുത്ത് നിൽക്കുന്ന ഒരു വാഹനം കാണാം. ആ വാഹനം കാണുമ്പോൾ നമുക്ക് അതിൽ കാണാവുന്ന ഒന്ന് സുസുക്കിയുടെ വണ്ടിയാണ് എന്ന് തോന്നുന്ന തരത്തിൽ KI എന്ന് കാണാം. നമ്പർ പ്ലേറ്റ് കറുപ്പിൽ വെള്ള നിറത്തിൽ 714 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതേതാണ് വാഹനം? ഈ വാഹനം സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന വണ്ടിയാണ്. ഈ ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന വണ്ടി നമ്മുടെ നാട്ടിലുമുണ്ട്. പക്ഷേ ഈ വണ്ടിക്കൊരു പ്രത്യേകത, അതിൻ്റെ പുറകിൽ ഒരു സ്പേസ് ടയർ കവറുണ്ട്. അതായത് സ്റ്റെപ്പിനി ടയർ വെച്ചിരിക്കുന്ന ഒരു കവറുണ്ട്. സ്റ്റെപ്പിനി ടയർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ വിറ്റാരകളിൽ അങ്ങനെയില്ല. അത്തരം വണ്ടിയുള്ളത് മലേഷ്യയിലെ ഓടുന്ന വണ്ടികളിലാണ്. മലേഷ്യ എന്ന് പറയുന്നത് ബ്രൂണെ എന്ന് പറയുന്ന രാജ്യത്തോട് ചേർന്ന് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് എന്ന് പറയാം. അപ്പോൾ ഈ മലേഷ്യയിൽ നിർമ്മിക്കുന്ന ഈ വിറ്റാര വണ്ടികൾ ബ്രൂണയിലും ഓടുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ആ ചിത്രത്തിൽ വേറെ 2 വാഹനങ്ങളുണ്ട്. ഒരെണ്ണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമൊന്നും കാണാൻ പറ്റില്ല, അതിൻ്റെ ടെയിൽ ഭാഗം മാത്രമേ ഉള്ളൂ. അതും സൈഡിൽ നിന്നാണ്, അതുകൊണ്ട് ആ വണ്ടി ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ചിത്രത്തിൽ ഇടതുഭാഗത്ത് കാണുന്ന ചുവന്ന വണ്ടി, ആ ചുവന്ന വണ്ടി മലേഷ്യയിൽ നിർമ്മിക്കുന്ന പെറോഡ്വ അതീവ എന്ന് പറയുന്ന വാഹനമാണ്. പെറോഡ്വ അതീവ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയൊരു വാഹനമാണ്. അതീവ വാഹനങ്ങൾ ബ്രൂണയിൽ ഓടുന്നുണ്ട്, മലേഷ്യയിൽ ഓടുന്നുണ്ട്. അപ്പോൾ ബ്രൂണയിൽ വെച്ചാണ് ഈ ചിത്രം എടുത്തത് എന്ന് സാധൂകരിക്കാവുന്ന തരത്തിലുള്ള വാഹനങ്ങൾ കാണുന്നുണ്ട്. ഇനി AI വെച്ചിട്ട് തെരഞ്ഞു ഈ സ്ഥലം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമോ എന്ന് ഞാൻ നോക്കി. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം എന്ന് പറയുന്നത് മലേഷ്യയുടെയും ബ്രൂണയുടെയും അതിർത്തിയിലുള്ള സിംപാങ് അല്ലെങ്കിൽ സിംപാങ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇതെന്ന് മറ്റു ചിത്രങ്ങളുമായി കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നു എന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത്. അത്രയും കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഈ സുകുമാരക്കുറുപ്പ് കഥയിലേക്ക് വരാം. സുകുമാരക്കുറുപ്പിൻ്റെ കഥ പറയുമ്പോൾ 1 മാസം മുമ്പാണ് ക്രൈംബ്രാഞ്ച് പെട്ടെന്ന് പറഞ്ഞത് പഴയ പെൻഡിങ് കേസുകൾ തീർപ്പാകുന്നതിൻ്റെ ഭാഗമായിട്ട് സുകുമാരക്കുറുപ്പിൻ്റെ ഫയൽ ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞു. 1988 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിനടുത്തുള്ള ആശുപത്രിയിൽ ജോഷി എന്ന പേരിൽ ഒരു മലയാളി പേഷ്യൻ്റ് വന്നു. അയാൾക്ക് ഹൃദ്രോഗമായിരുന്നു. അയാളെ ICUവിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അയാളുടെ ചിത്രമൊക്കെ കണ്ടപ്പോൾ പൊള്ളലേറ്റ പാടും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അയാളെ കണ്ടപ്പോൾ ചില മലയാളികൾക്ക് തോന്നി ഇയാൾ സുകുമാരക്കുറുപ്പാണോ എന്ന് തോന്നിയിട്ട് മലയാളിയായ രത്നമ്മ എന്ന് പറയുന്ന ഒരു നേഴ്സിനെ പറഞ്ഞു വിട്ടു. നേഴ്സ് വന്ന് സംസാരിച്ചു. ഇയാൾ സുകുമാരക്കുറുപ്പ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇയാളുടെ മുഖഭാവം മാറി എന്നൊക്കെ രത്നമ്മ പറഞ്ഞിരുന്നു. ആ രത്നമ്മയെ വീണ്ടും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതിൽ നിന്ന് അവർ പറഞ്ഞത് ഞാൻ അവരെ കണ്ടു, അത് സുകുമാരക്കുറുപ്പ് തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു എന്നറിഞ്ഞപ്പോൾ ഈ ICUവിൽ അഡ്മിറ്റായിരുന്ന സുകുമാരക്കുറുപ്പ് ആശുപത്രിയിൽ നിന്ന് മുങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പോൾ 40 വർഷം മുമ്പാണ് ഈ ബൊക്കാറോവിലെ ആശുപത്രിയിൽ സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തിയത് എന്ന് പറയുന്നു. പക്ഷേ പോലീസ് ഇപ്പോൾ എത്തുന്നത് ഹൃദ്രോഗമുള്ള, ഈ നഴ്സ് പറഞ്ഞതുപോലെ തീവ്രമായ ഹൃദ്രോഗമുള്ള ഒരാൾ 40 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് മരിച്ചുപോയി എന്ന നിഗമനത്തിലെത്തി സുകുമാരക്കുറുപ്പിൻ്റെ ഫയൽ അടയ്ക്കാൻ തീരുമാനിച്ചു. ഞാൻ ഓർക്കുന്നത് നേരത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതല നമ്മുടെ ശ്രീലേഖയ്ക്ക് ഉണ്ടായിരുന്ന സമയത്തും ഇതുപോലെ സുകുമാരക്കുറുപ്പിൻ്റെ ഫയൽ ഒന്ന് അടച്ചതാണ്. എന്നോടന്ന് ശ്രീലേഖ ഈ കാര്യം സംസാരിക്കുകയും കേരളകൗമുദി ദിനപത്രത്തിൽ സുകുമാരക്കുറുപ്പിൻ്റെ ഫയൽ ക്രൈംബ്രാഞ്ച് ക്ലോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അന്ന് ശ്രീലേഖ ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതലയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാനൊരു വാർത്ത കൊടുത്തത് കേരളകൗമുദി ദിനപത്രം 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ആ ഫയൽ അടയ്ക്കുന്നു എന്നുള്ള വാർത്ത ചാനലുകളിൽ വന്നു. ക്രൈംബ്രാഞ്ച് അറിയിച്ചു. ഉടൻ തന്നെ ഒരു ചാനൽ വാർത്ത പുറത്തു വിടുന്നു. നമുക്കറിയാം, മരമുറി ചാനലാണ്, റിപ്പോർട്ടർ ചാനൽ പുറത്തേക്ക് വിടുന്നു. അല്ല, സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ ഉണ്ടായിരുന്നു.
അതിനകത്ത് ശരിക്കും മാധ്യമരംഗത്തെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്. സത്യത്തിൽ സുകുമാരക്കുറുപ്പിൻ്റെ സ്റ്റോറി അന്വേഷിക്കാൻ ആദ്യം തീരുമാനിച്ച അതിനുവേണ്ടി ചില നീക്കങ്ങളും ഒക്കെ നടത്തി മുന്നോട്ട് പോയത് 24 ചാനലാണ്. 24 ചാനലിലുള്ള ഉന്നതരായ ചില ആളുകൾ ചേർന്ന് ഇത്തരം ഒരു തീരുമാനമെടുക്കുകയും അന്ന് കേസ് അന്വേഷിച്ച ചില ഉദ്യോഗസ്ഥരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ചില അന്വേഷണങ്ങൾ ബ്രൂണയിലുള്ള മലയാളികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നീക്കുകയും ചെയ്തിരുന്നു. ഈ വിവരം 24-ൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ടറിൽ വന്ന ചില ആളുകൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്ന് വാർത്ത വന്ന ഉടനെ തന്നെ 24-ൽ ഇരുന്നപ്പോൾ ഈ വിവരം അറിയാമായിരുന്ന ചില ആളുകൾ പെട്ടെന്നത് റിപ്പോർട്ടറിൻ്റെ ഒരു ബ്രേക്കിംഗ് ആയിട്ട് സുകുമാരക്കുറുപ്പ് ബ്രൂണയിലുണ്ട് എന്ന തരത്തിൽ വാർത്ത വിട്ടു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഒരു സൈബർ വിദഗ്ധൻ പറഞ്ഞതാണ്. സൈബർ വിദഗ്ധൻ 100 കണക്കിന് ചിത്രങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ് സുകുമാരക്കുറുപ്പ് ഇപ്പോൾ ബ്രൂണയിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയത് എന്ന തരത്തിൽ ഒരു വാർത്ത. മറ്റൊരാളുടെ കുഞ്ഞിൻ്റെ പിതൃത്വം അവകാശപ്പെടുന്നത് പോലെ മറ്റൊരു ചാനൽ കണ്ടെത്തി ടെലികാസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന വാർത്ത ഈ ചാനൽ അടിച്ചു മാറ്റി വിട്ടതാണ് എന്നാണ് ചില മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത്. ഏതായാലും അത് അവിടെ നിൽക്കട്ടെ. ആരാണ് ഈ സൈബർ വിദഗ്ധൻ? റിപ്പോർട്ടർ ചാനലിൽ അത് പറയാനില്ല. പക്ഷേ പിന്നീട് 24 അടക്കമുള്ള ആളുകൾ ആരാണ് ഈ ചിത്രം തന്നത്? റിപ്പോർട്ടർ പറഞ്ഞത് ഇത് സൈബർ എക്സ്പേർട്ട് തന്നു എന്നാണ്. പക്ഷേ പിന്നീട് 24 ബാക്കി എല്ലാ മാധ്യമങ്ങളും ഈ ചിത്രം നേരത്തെ നമ്മൾ ആദ്യം പരിശോധിച്ച വാഹനങ്ങളൊക്കെ വെച്ചിട്ട് ഇത് എവിടെയാണ് എന്ന് പരിശോധിക്കുന്ന ഈ ചിത്രം തന്നത് നേരത്തെ ക്രൈംബ്രാഞ്ചിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സുകുമാരക്കുറുപ്പിൻ്റെ കേസ് അന്വേഷിച്ച അലി അക്ബർ പുറത്തുവിട്ട ചിത്രമാണ് എന്ന് മറ്റു മാധ്യമങ്ങൾ പറഞ്ഞു. അപ്പോൾ റിപ്പോർട്ടറിൻ്റെ ഒരു വെടി ഉണ്ടയില്ല വെടി പൊളിഞ്ഞു. സൈബർ വിദഗ്ധൻ എന്നുള്ള കഥ പൊളിഞ്ഞു. നോക്കൂ, കള്ളത്തരം മാത്രം പറഞ്ഞ് കട്ടും മോഷ്ടിച്ചും മുന്നോട്ട് പോകുന്ന പാരമ്പര്യമുള്ളവരെന്ന് കോടിക്കണക്കിന് രൂപയുടെ നിയമവിരുദ്ധ ഇടപാടുകൾ നടത്തിയെന്ന ആക്ഷേപം നേരിടുന്ന ഒരു വലംകൊള്ള കേസുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്തുന്ന ചാനൽ എങ്ങനെയൊക്കെയാണ് ഒരു വാർത്തയെ വികൃതമാക്കി അവതരിപ്പിക്കുന്നത് എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ വാർത്തയുടെ അവതരണം. കാരണം അവർക്ക് ഒരു വരി എവിടെ ഒന്നും കിട്ടി. അത് യഥാർത്ഥത്തിൽ ആ കേസ് അന്വേഷിച്ച് പോയ ഒരു ചാനലിലെ വിവരം നേരത്തെ അറിയാവുന്നവർ പുറത്തുവിട്ടൊരു വാർത്തയാണ്. അതുകൊണ്ട് ബാക്കിയൊക്കെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുണ്ടാക്കി. പക്ഷേ യഥാർത്ഥ വിവരങ്ങൾ വന്നിരിക്കുന്നു. അലി അക്ബർ പറയുന്നത് അദ്ദേഹം ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായി അന്വേഷണം നടത്തി. സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട് അദ്ദേഹം സർക്കാരിന് ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ ചില രാഷ്ട്രീയ സ്വാധീനങ്ങളുടെ ഭാഗമായി ആ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തി, പോലീസ് പൂഴ്ത്തി എന്നാണ് അലി അക്ബർ എന്ന് പറയുന്ന മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്. മാത്രമല്ല 2017-ലും സുകുമാരക്കുറുപ്പിൻ്റെ സാന്നിധ്യം കേരളത്തിലുണ്ടായിരുന്നു. സുകുമാരക്കുറുപ്പ് കേരളത്തിൽ വന്നു എന്ന് മാത്രമല്ല സ്വന്തം മകളുടെ വിവാഹത്തിന് പങ്കെടുത്തു. തൻ്റെ വീട്ടുകാരുമായി സുകുമാരക്കുറുപ്പിന് കമ്മ്യൂണിക്കേഷനുണ്ട്. അയാൾ ഒരു ചൈനയിലുള്ള ചില സുഹൃത്തുക്കളുമായി ചേർന്നിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുകയാണ് ബ്രൂണയിൽ എന്നുള്ള വിവരങ്ങൾ തനിക്കറിയാമായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അലി അക്ബർ നടത്തിയിരിക്കുന്നത്. ഇത് പുതിയ ഊരല്ല. അലി അക്ബറിന് നേരത്തെ തൻ്റെ വിവരം ഉണ്ടായിരുന്നു. അലി അക്ബർ അതിൻ്റെ പിന്നാലെ പോയിട്ട് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് ഈ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. ഏതായാലും സുകുമാരക്കുറുപ്പ് വാർത്തയായി. ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഇന്നലെ സത്യത്തിൽ അത് ക്രൈംബ്രാഞ്ചിനൊരു വലിയ തിരിച്ചടിയായി. കാരണം ഇയാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത ക്രൈംബ്രാഞ്ച് വെട്ടിലായി. ക്രൈംബ്രാഞ്ച് തലവനെ DGP വിളിച്ചു വരുത്തി സംസാരിച്ചു. ഇന്നലെ രാത്രി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായിട്ട് സംസാരിച്ചു. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നു, അയാൾ ബ്രൂണയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ സുകുമാരക്കുറുപ്പ് വാറണ്ട് പ്രതിയാണ്. കൂടെയുള്ള ആ കേസിലെ മറ്റു പ്രതികൾ ഭാസ്കരപിള്ള, ഇയാളുടെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവിനെ ശിക്ഷിക്കപ്പെട്ടു. പിന്നെ ഡ്രൈവറായിരുന്ന പൊന്നപ്പൻ ശിക്ഷിക്കപ്പെട്ടു. വിദേശത്തുണ്ടായിരുന്ന ഇയാളുടെ സുഹൃത്ത് മറ്റ് സഹായങ്ങൾ ചെയ്ത ഷാഹു ഈ കേസിലെ മാപ്പുസാക്ഷിയായി. സുകുമാരക്കുറുപ്പിൻ്റെ കേസ് മാത്രം വിചാരണ ചെയ്യപ്പെട്ടിട്ടില്ല. 1984 ജനുവരി 21 രാത്രി അർദ്ധരാത്രിയിലാണ് മാവേലിക്കര കുന്നം കൊല്ലകടവ് പൈനുംമൂട്ടിലെ വയലിൽ സുകുമാരക്കുറുപ്പിൻ്റെ കത്തിക്കരിഞ്ഞ കാറിൽ ചാക്കോ എന്ന് പറയുന്ന ഫിലിം റെപ്രസെൻറ്റേറ്റീവിൻ്റെ ജഡം കണ്ടെത്തിയത്. 8 ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് തൻ്റെ രൂപസാദൃശ്യമുള്ള, തന്നെ പോലെയുള്ള തടിയും ഉയരവും തൂക്കവും ഒക്കെയുള്ള ഒരാളെ കണ്ടുപിടിച്ച് ലിഫ്റ്റ് കൊടുത്തിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്ന് കാറ് തീയിട്ട് കത്തിച്ചു എന്നതാണ് സുകുമാരക്കുറുപ്പിൻ്റെ കേസ്. കേരളം മറക്കാത്ത ഒരു കേസാണ്. കേരളത്തെ എക്കാലവും
കൗതുകത്തിൻ്റെയും ആകാംക്ഷയുടെയും മുൾമുനയിൽ നിർത്തിയ ഒരു കേസാണ് സുകുമാരക്കുറുപ്പിൻ്റെ കേസ്. അത് വല്ലാതെ വീണ്ടും സജീവമാകുന്നു എന്നതാണ് ഈ കേസിൻ്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് അലി അക്ബർ എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം ചാനലുകളിലൊക്കെ വന്നിട്ട് സുകുമാരക്കുറുപ്പ് ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ട്, ബ്രൂണയിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ അധികൃതർ നടപടികൾ എടുക്കാത്തത് എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ക്രൈംബ്രാഞ്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരം ബ്രൂണയിലുള്ള ആൾ അത് തൃശ്ശൂർക്കാരനാണ് എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. മറ്റൊരു തൃശ്ശൂർക്കാരനാണ് എന്ന് പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ള സ്ഥിരീകരിക്കപ്പെടാത്തൊരു വിവരം കൂടിയുണ്ട്. ഇയാൾ ആരാണെന്ന് കണ്ടെത്തണം. നമ്മുടെ ക്രൈംബ്രാഞ്ചിന് ബ്രൂണയെ പോയി അന്വേഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിനോട് CBIയുടെ സഹായം തേടാൻ സംസ്ഥാന സർക്കാർ, സംസ്ഥാന ആഭ്യന്തര മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത വരുന്നത്. CBI ഇൻ്റർപോളിൻ്റെ ഭാഗമാണ്. CBIക്ക് ന്യായമായും ഇൻ്റർപോളിനോട് ആവശ്യപ്പെടാം. ഇൻ്റർപോൾ ബ്രൂണയിലുള്ള അവരുടെ കൺസേൺ ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഇയാളെ വെരിഫൈ ചെയ്യാം, DNA ടെസ്റ്റ് നടത്താം, പാസ്പോർട്ട് പരിശോധിക്കാം. അങ്ങനെ സുകുമാരക്കുറുപ്പാണോ ബ്രൂണയിൽ ഉള്ളത് എന്ന് നമുക്ക് താമസം വിന അറിയാൻ കഴിഞ്ഞേക്കും. CBI ഈ അന്വേഷണം ഏറ്റെടുക്കുമെങ്കിൽ. അപ്പോൾ ഏതായാലും സംസ്ഥാന സർക്കാർ, പുതിയ സതീശൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാന സർക്കാർ CBIയോട് സഹായം തേടുന്ന, ഇൻ്റർപോൾ എന്നൊക്കെ പറഞ്ഞാലും CBI തന്നെയാണ് ഇൻ്റർപോളിൻ്റെ ഇന്ത്യയിലെ ഭാഗം. CBIയുടെ സഹായം തേടുന്ന ആദ്യത്തെ കേസായി സുകുമാരക്കുറുപ്പിൻ്റെ കേസ് മാറുകയാണ്. മാധ്യമങ്ങൾ പടച്ചുവിട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പുറത്തുവിട്ട വിവരങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുകൂടി നമുക്കറിയാനുള്ള ഒരവസരം ലഭിക്കുന്നു. ഈ ഇൻ്റർപോളിൻ്റെ ഭാഗമായ CBI ഈ ദൗത്യം ഏറ്റെടുത്താൽ താമസം വിന, അധികം താമസം വരാതെ 1-2 മാസത്തിനുള്ളിൽ തന്നെ ബ്രൂണയിൽ കഴിയുന്ന ആൾ ആരാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഒരുപക്ഷെ ബ്രൂണയിൽ കഴിയുന്ന ഇയാൾ ഒരു ഇൻഡോ മലേഷ്യൻ വംശജൻ എന്ന പേരിലാണ് അവിടെ കഴിയുന്നതെന്നൊക്കെയാണ് അലി അക്ബർ പറയുന്നത്. ഏതായാലും അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാനുള്ള സാധ്യതയും ഇല്ലാതില്ല. കാരണം ഇത് വലിയ വാർത്തയായിട്ടുണ്ട്, നാഷണൽ മീഡിയ ഒക്കെ നോക്കുന്നുണ്ട്. വളരെ ദുരൂഹമായ ഒരു കേസാണ്. സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ടോ ഇല്ലയോ, 83 വയസ്സിലും ജീവനോടെ ബ്രൂണയിൽ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉത്തരം കിട്ടേണ്ടുന്ന, സംശയം ദൂരീകരിക്കേണ്ടുന്ന ഒരു കേസാണ്. അതിപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ CBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണേ.